കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും ഡീസൽ ചോർച്ച. കായംകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്ന ബസ്സിലാണ് ഡീസൽ ചോർച്ച ഉണ്ടായത്. ബസ്സിന് പുറകിൽ വന്ന സ്കൂട്ടർ യാത്രക്കാരാണ് ഇക്കാര്യം കണ്ടത്. പോലീസിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും നേതൃത്വത്തിൽ ഡീസൽ റോഡിൽ നിന്നും കഴുകിക്കളയുകയാണ്. യെസ്, വിനീഷ് ചേരുന്നു. വിനീഷ്, വലിയ അപകട സാധ്യത ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് ഈ സംഭവം, ഇതിന്റെ വിശദാംശം? സജിത്ത്, ഇത് കൊല്ലത്ത് ശക്തികുളങ്ങര പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പാലത്തിലേക്ക് വണ്ടി ഓടി വരികയായിരുന്നു. കായംകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുന്ന ഓർഡിനറി ബസ്സിലാണ് ഈ ഡീസൽ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ഇത് വാഹനം ഓടി വന്നപ്പോൾ വന്ന സ്കൂട്ടർ യാത്രികരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതും കൊണ്ട് തന്നെ ഡ്രൈവറെ അറിയിക്കുകയും ചെയ്തത്. വാഹനം നിർത്തുകയും ചെയ്തു. വാഹനത്തിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഡീസൽ ചോർച്ച സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ എത്തിയവർ ഈ ഡീസൽ റോഡിൽ നിന്നും കഴുകിക്കളയാനുള്ള നടപടിക്രമങ്ങളാണ് നടന്നു വരുന്നത്. എന്തായാലും ഇപ്പോൾ പാലത്തിലായതുകൊണ്ട് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. KSRTC അധികൃതരെല്ലാം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. യെസ്, എന്തായാലും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നും KSRTC ബസ്സിൽ നിന്നും ഇന്ധന ചോർച്ച, ഡീസൽ ചോർച്ച, പിന്നാലെ വന്ന മറ്റ് യാത്രക്കാരാണ് കണ്ടത്. തുടർന്ന് അടിയന്തര ഇടപെടലാണ് ഇപ്പോൾ അവിടെ ഉണ്ടാവുന്നത്. കാനഡയുടെ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കാർണിയുടെയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ജനറൽ മേരി സൈമൺ അധ്യക്ഷത വഹിക്കും. 1.5 ലക്ഷം പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ 1,31,674 വോട്ട് നേടി 85.9% വോട്ടോടെയാണ് ലിബറൽ പാർട്ടി നേതൃത്വത്തിലേക്ക് കാർണിയുടെ തിളക്കമാർന്ന വിജയം. ഇറക്കുമതി ചുങ്കം അടക്കമുള്ള വിഷയങ്ങളിൽ US കാനഡ ബന്ധം വഷളായ ഘട്ടത്തിലാണ് നയിക്കാൻ മാർക്ക് കാർണി എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് തനിക്ക് സംശയങ്ങളുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വെടിനിർത്തൽ നടപ്പിലാക്കിയാൽ കുർസ്ക് മേഖലയിലും മറ്റിടങ്ങളിലും സ്ഥിതി എങ്ങനെ മാറുമെന്ന് വ്യക്തമല്ല. US നിലപാടിനെ പക്ഷേ പുടിൻ പ്രശംസിച്ചു. സൈദ്ധാന്തികമായി റഷ്യ അതിനെ പിന്തുണയ്ക്കുന്നു. എന്നാൽ കരാർ അംഗീകരിക്കുന്നതിന് മുമ്പ് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു.